കോഴിക്കോട് നാദാപുരത്ത് ഒരു കുടുംബത്തിലെ 4 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. വരിക്കോളി സ്വദേശി പൊക്കനും കുടുംബാംഗങ്ങൾക്കുമാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഇന്നലെ രാത്രി കൂൺ കഴിച്ചതിന് പിന്നാലെയാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. 4 പേരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, ഇവർക്ക് എന്താണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്? അവരുടെ ഒരു ആരോഗ്യനില എങ്ങനെയുണ്ട്? അതുമാത്രമല്ല, ഈ കൂണിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്ന് അത് സ്ഥിരീകരണം എത്തുന്നുണ്ടോ? സ്മിത, ഇന്നലെ രാത്രിയോടെയാണ് വീട്ടുപറമ്പിൽ നിന്ന് ലഭിച്ച കൂൺ ഈ വരിക്കോളി സ്വദേശിയായ പൊക്കനും കുടുംബാംഗങ്ങളും കഴിച്ചത്. രാത്രി പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ രാവിലെ ആയപ്പോൾ ഇവർക്ക് ഛർദിയും വയറിളക്കവും അനുഭവപ്പെടുകയായിരുന്നു. തുടർന്നാണ് ഇവർ കല്ലാച്ചിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സ തേടുന്നത്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ ഈ ഒരു കൂൺ കഴിച്ചതാണ് ഈ ഒരു ദേഹാസ്വാസ്ഥ്യത്തിന് കാരണം എന്നുള്ള കാര്യം ഡോക്ടേഴ്സ് ഇവർക്ക് ഒരു മറുപടിയായി നൽകുന്നത്. ഇതിൽ 3 പേരുടെ നിലവിൽ തൃപ്തികരമാണ്. പക്ഷേ ഒരാൾ, ഈ ശ്രീജ എന്ന ഒരു സ്ത്രീയുണ്ട്, ഇവരുടെ നില അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അതിനാൽ തന്നെ അവരെ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കൂണ് കഴിച്ചതിന് പിന്നാലെയാണ് അവർക്ക് ഇത്തരത്തിലൊരു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും തുടർന്ന് ചികിത്സ തേടുകയും ചെയ്തത്. സ്മിത.